ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മുടെ കൺഫർമേഷൻ നൽകിയ ആളുകൾ എത്രയുണ്ട്, എത്ര പേർ കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് PSC പരീക്ഷ, അതും LDC പോലുള്ള സുപ്രധാനമായ ഒരു പരീക്ഷ, സാധാരണക്കാരുടെ IAS എന്ന് പറയപ്പെടുന്ന ഒരു പരീക്ഷ, അത് എഴുതാൻ പോലും ആളുകളില്ല, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കുറയുന്നു. അപേക്ഷിച്ച ആളുകൾ പോലും കൺഫർമേഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അതായത് PSC പരീക്ഷ അല്ലെങ്കിൽ സർക്കാർ ജോലിയോടുള്ള ആ ഒരു ഇഷ്ടം ഇവിടുത്തെ യുവജനതയ്ക്ക് കുറയുന്നുണ്ടോ, ഈ പറയുന്ന പോലെ പലരും വിദേശ രാജ്യങ്ങളിലേക്ക് ചുവട് മാറ്റുന്നുണ്ടോ എന്നതൊക്കെയാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. കാരണം പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം എന്താണ്, കുറഞ്ഞു വരുന്നു. പരീക്ഷ എഴുതാൻ അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടും കൺഫർമേഷൻ നൽകാത്തവരുടെ എണ്ണം ലക്ഷങ്ങളോളം കടക്കുന്നു എന്നതും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒന്നുകിൽ PSCയുടെ ഇപ്പോഴത്തെ ഈ രീതി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പോകുന്നത്, അതായത് ഈ ഒരു എന്താ പറയണേ, അനധികൃതമായിട്ട് ആളുകൾ ലിസ്റ്റിൽ കയറുന്നു, അതുപോലെ മറ്റ് എന്താണ് ഈ പരിഷ്കാരങ്ങൾ PSCയുടെ അത്തരം രീതി, അതല്ലെങ്കിൽ പുതിയ ചോദ്യ രീതികളെ നേരിടാനുള്ള ഭയം എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ ഇത് സംഭവിക്കാം. അങ്ങനെ കുറച്ചധികം LDC പരീക്ഷയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ലക്ഷക്കണക്കിന് ആളുകളാണ് കൺഫർമേഷൻ നൽകാതിരുന്നിരിക്കുന്നത്. അതായത് ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ എന്താണ് കൺഫർമേഷൻ നൽകിയിട്ടില്ല. ഓരോ ജില്ലയും വിശദമായിട്ട് തന്നെ നമ്മൾ നോക്കാം. എത്ര പേർ കൺഫർമേഷൻ നൽകി, എത്ര പേർ കൺഫർമേഷൻ മുമ്പ് അപേക്ഷ സമർപ്പിച്ചു, എത്ര പേർ കൺഫർമേഷൻ നൽകിയില്ല എന്ന ആ ഒരു കണക്ക് വിശദമായി നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം വന്ന നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണമായ മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ വാർത്തയിലെ ഒരു ഇതാണ്, ക്ലർക്ക് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല, 4 ജില്ലയിലെ 1 ലക്ഷം അപേക്ഷ അസാധു എന്നാണ് പറയുന്നത്. അതായത് 4 ജില്ലയിലെ 1 ലക്ഷം അപേക്ഷകളാണ് അസാധുവായി കിടക്കുന്നത്. എറണാകുളം, വയനാട് ജില്ലകളിൽ 42,860 അസാധു എന്ന് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ആ വാർത്ത ഒന്ന് വായിച്ചു നോക്കാം. വിവിധ വകുപ്പുകൾ ക്ലർക്കിന് എറണാകുളം, വയനാട്, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഉണ്ടായിരുന്ന 1,925 അപേക്ഷ അസാധുവായി. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകാത്തതാണ് കാരണം. മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിച്ചവരിൽ 45,512 പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയില്ല. എറണാകുളത്ത് 31,818 പേരുടെയും, ഇടുക്കിയിൽ 12,553 പേരുടെയും, വയനാട്ടിൽ 11,042 പേരുടെയും അപേക്ഷ ഇക്കാരണത്താൽ അസാധുവാക്കി. അപേക്ഷകർക്ക് ഓഗസ്റ്റ് 11 രാത്രി 12 മണി വരെ ഉറപ്പ് നൽകാൻ സമയം നൽകിയിരുന്നു. അതിനുള്ളിൽ പ്രൊഫൈലിലൂടെ ഉറപ്പ് നൽകിയവർക്ക് അഡ്മിഷൻ ടിക്കറ്റ് അനുവദിക്കും. ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങളും PSC ഒരുക്കും. എറണാകുളം, വയനാട് ജില്ലകൾക്കുള്ള 6ാം ഘട്ട പരീക്ഷ ഒക്ടോബർ 5-നാണ്. അഡ്മിഷൻ ടിക്കറ്റ് സെപ്റ്റംബർ 20 മുതൽ പ്രൊഫൈലിൽ നിന്ന് ലഭിക്കും. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് പരീക്ഷാ സമയം. എറണാകുളത്തേക്ക് അപേക്ഷിച്ചവരിൽ 81,039 പേരും, വയനാട്ടിലേക്ക് അപേക്ഷിച്ചവരിൽ 29,225 പേരും പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകി. ഇടുക്കി, മലപ്പുറം ജില്ലകൾക്കുള്ള ക്ലർക്കിന്റെ അവസാനഘട്ട പരീക്ഷ ഒക്ടോബർ 19-നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് പരീക്ഷാ സമയം. ഇടുക്കിയിലേക്ക് അപേക്ഷിച്ചവരിൽ 32,463 പേരും, മലപ്പുറത്തേക്ക് അപേക്ഷിച്ചവരിൽ 96,047 പേരും പരീക്ഷ എഴുതും. ഇവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഒക്ടോബർ 5 മുതൽ പ്രൊഫൈലിൽ ലഭിക്കും. ക്ലർക്കിന്റെ 7ാം ഘട്ട പരീക്ഷ ഒക്ടോബർ 9-നാണ്. 14 ജില്ലയിലെയും തസ്തികമാറ്റ പരീക്ഷയാണ് അന്ന് നടത്തുന്നത്. എല്ലാ ജില്ലകളിലേക്കുമായി 11,914 അപേക്ഷ തസ്തിക മാറ്റത്തിൽ ലഭിച്ചെങ്കിലും 10,141 പേരാണ് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയത്. ബാക്കിയുള്ള 1,773 അപേക്ഷ PSC റദ്ദാക്കി. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് സെപ്റ്റംബർ 25 മുതൽ പ്രൊഫൈലിൽ ലഭ്യമാകും. ഈ വർഷത്തെ ക്ലർക്ക് പരീക്ഷ ഒക്ടോബർ 19-നാണ് അവസാനിക്കുന്നത്. ക്ലർക്കിന്റെ ആദ്യഘട്ട പരീക്ഷ ജൂലൈ 27-നായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലേക്ക് അപേക്ഷിച്ച് ഉറപ്പ് നൽകിയ 1,39,187 പേർക്കായിരുന്നു പരീക്ഷ. 2ാം ഘട്ടം കൊല്ലം, കണ്ണൂർ ജില്ലകൾക്കായി ഓഗസ്റ്റ് 17 നടത്തി. 3ാം ഘട്ടം പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് ജില്ലകൾക്കായി ഓഗസ്റ്റ് 31 നടത്തും. 4ഉം 5ഉം ഘട്ടങ്ങൾ യഥാക്രമം സെപ്റ്റംബർ 7, 28 തീയതികളിൽ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വാർത്ത ഉണ്ട്. ഇനി നമുക്ക് ക്ലർക്ക് പരീക്ഷ എഴുതുന്നവരുടെ എണ്ണവും ജില്ല, അപേക്ഷിച്ചവർ, ഉറപ്പ് നൽകിയവർ, അസാധു എന്നിങ്ങനെ നോക്കാം. 1ഉം 2ഉം ഘട്ടം കഴിഞ്ഞതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. ഇവിടെയും 3ാം ഘട്ടം മുതൽ തന്നെയാണ് കൃത്യമായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഇവിടെ പത്തനംതിട്ടയാണ് ആദ്യം തന്നെ. പത്തനംതിട്ടയിൽ അപേക്ഷിച്ചവർ 49,526 പേരാണ്. എന്നാൽ ഉറപ്പ് നൽകിയത് 38,636 പേരാണ്. 10,890 പേരെന്താണ് ഇത് നൽകിയ, എന്താണ് കൺഫർമേഷൻ നൽകിയില്ല.
10,890 പേർ കൺഫർമേഷൻ നൽകിയില്ല. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ 98,510 അപേക്ഷകരിൽ 73,774 അപേക്ഷകർ മാത്രമാണ് ഉറപ്പ് നൽകിയത്. 24,736 പേര് അവിടെ കൺഫർമേഷൻ നൽകിയില്ല. കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ 48,114 അപേക്ഷകരുള്ള എടുത്ത് 36,664 പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയത്. ബാക്കി 11,450 പേരെന്താണ് കൺഫർമേഷൻ നൽകിയില്ല എന്ന് മനസ്സിലാക്കുക. ഏകദേശം 47,076 പേരാണ് ഈ 3 ജില്ലകളിലേക്ക് മാത്രം. അതായത് മൂന്നാം ഘട്ട പരീക്ഷ എഴുതുന്ന ഓഗസ്റ്റ് 31 പരീക്ഷ എഴുതുന്ന ഈ 3 ജില്ലകളിൽ 47,076 പേരെന്താണ് കൺഫർമേഷൻ നൽകിയില്ല. അവർ പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. അതായത് 1,96,150 അപേക്ഷകരുള്ളിടത്ത് 1,49,074 പേര് മാത്രമാണ് പരീക്ഷ എഴുതുന്നത് 3 ജില്ലകളിലും കൂടി എന്ന് മനസ്സിലാക്കുക. ഇനി നാലാം ഘട്ടത്തുമായി സെപ്റ്റംബർ 7-നാണ് നാലാം ഘട്ടം. ആലപ്പുഴ ജില്ലയിൽ 84,514 അപേക്ഷകർ, പക്ഷെ കൺഫർമേഷൻ കൊടുത്തത് 62,510 പേർ. 22,004 പേരെന്താണ് അപേക്ഷ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ 1,12,467 അപേക്ഷകരുണ്ടായിരുന്നു, പക്ഷേ ഉറപ്പ് നൽകിയവർ 83,822 പേരാണ്. അവിടെ 28,645 പേര് കൺഫർമേഷൻ കൊടുത്തില്ല. അതായത് 50,649 പേര്. അതായത് 50,649 പേരെന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. ഇവിടെ നാലാം ഘട്ടം എഴുതുന്ന ആലപ്പുഴ, പാലക്കാട് ജില്ലകൾ എടുത്ത് നോക്കുമ്പോൾ. ഇനി അഞ്ചാം ഘട്ടം സെപ്റ്റംബർ 28-ന് കോട്ടയം, കോഴിക്കോട് ജില്ലകളിലായിട്ടാണ് നടക്കുന്നത്. കോട്ടയം, കോഴിക്കോട് ജില്ലകളിലായിട്ടാണ് നടക്കുന്നത്. അതിൽ 60,593 അപേക്ഷകരുള്ളത് 43,691 പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയത്. 16,902 പേരെന്താണ് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ 1,32,066 പേർ അപേക്ഷ സമർപ്പിച്ചു. 96,003 പേരാണ് ഉറപ്പ് നൽകിയതെന്ന് നോക്കുക. 36,063 പേര്, 36,063 പേരെന്താണ് അവിടെ കൺഫർമേഷൻ നൽകിയത്. അതായത് 52,965 പേര് പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്നില്ല. ഏത് അഞ്ചാം ഘട്ടമായ കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ എന്ന് മനസ്സിലാക്കുക. 52,965 പേര് കൺഫർമേഷൻ നൽകിയില്ല. ആറാം ഘട്ടമായ ഒക്ടോബർ 5-ലേക്ക് വന്നാൽ എറണാകുളം, വയനാട് ജില്ലകളാണ്. എറണാകുളത്ത് 1,12,857 അപേക്ഷകരുള്ളെടുത്ത് 81,039 പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയത്. 31,818 പേർ എന്താണ് കൺഫർമേഷൻ നൽകിയില്ല. വയനാട് ജില്ലയിലേക്ക് വന്നാൽ 40,267 പേർ അപേക്ഷ സമർപ്പിച്ചു. 29,225 പേര് മാത്രമാണ് ഉറപ്പ് നൽകിയത്. 11,042 പേർ എന്താണ് അവിടെയും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. ഏകദേശം 42,860 പേരെന്താണ് അവിടെ കൺഫർമേഷൻ കൊടുത്തില്ല. അവർ ഈ എറണാകുളം, വയനാട് ജില്ലകളിലായി പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ്. ഏഴാം ഘട്ടം തസ്തിക മാറ്റമാണ്. 1,773 പേര് മാത്രമാണ് തസ്തിക മാറ്റം വഴി പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടാത്ത ആളുകൾ. എട്ടാം ഘട്ടമായ ഏറ്റവും അവസാന പരീക്ഷ നടക്കുന്ന ഒക്ടോബർ 19 പരീക്ഷ നടക്കുന്ന ഇടുക്കി, മലപ്പുറം ജില്ലകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടുക്കിയിൽ 45,016 പേരാണ് അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ 32,463 പേര് മാത്രമാണ് അവിടെ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. 12,553 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അവർ പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്നില്ല. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ 1,41,559 അപേക്ഷകർ, 96,047 പേർ മാത്രം കൺഫർമേഷൻ നൽകി. 45,512 പേർ കൺഫർമേഷൻ നൽകിയില്ല. അതായത് 58,065 പേര്, ഏകദേശം എന്താണ് 58,065 പേര് കൺഫർമേഷൻ കൊടുത്തു. അവർ പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ നോക്കുക, ഒരു 58, ഒരു 50, ഒരു 50, ഇവിടെ തന്നെ 1.5 ലക്ഷം പേരിൽ കൂടുതലായി. ബാക്കി 47, 42 ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഏകദേശം എന്താണ് 80, 90 ഒന്ന് തന്നെ കണക്കാക്കിയ 2 ലക്ഷത്തിനടുത്ത ആളുകൾ എന്താണ് ഈ ഒരു LDC പരീക്ഷ എഴുതുന്നില്ല. 2 ലക്ഷത്തിൽ കൂടുതലുണ്ടാകും. കാരണം എന്താണെന്നല്ലോ, നമ്മൾ തിരുവനന്തപുരം ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും പരിശോധിച്ചിട്ടില്ല. ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലും രണ്ടാം ഘട്ടമായ എന്താണ്
നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ ആയില്ലേ, കണ്ണൂർ കൊല്ലം ജില്ലകളിലേക്കുള്ള പരീക്ഷ, അവിടെയും ഇതുപോലെ തന്നെ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ എന്താണ് LDC പരീക്ഷ എഴുതാൻ തയ്യാറല്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അവർ ഒരു കാരണവശാലും താല്പര്യപ്പെടുന്നില്ല ഈ ഒരു പരീക്ഷ എഴുതാൻ. ആ പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ്. എന്താണ് കാരണം? നമ്മൾ പറഞ്ഞാൽ ഒന്നുകിൽ PSCയുടെ തെറ്റായ പരിഷ്കാരങ്ങളുടെ ഒരു തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നത്, അവർക്ക് ചിലപ്പോൾ അത് ശരിയായിരിക്കാം. അതുപോലെ ചോദ്യ പേപ്പറിന്റെ രീതി മാറ്റമൊക്കെ ചിലപ്പോൾ ഈ പുതിയ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പഴയതായി നിലനിന്നിരുന്ന ആളുകൾക്ക് ഈ ഒരു ചോദ്യ പേപ്പർ രീതിയോട് പൊരുത്തപ്പെട്ട് പോകാൻ കാരണം അവർ പഠിത്തം നിർത്തിപ്പോയതാവാം, അല്ലെങ്കിൽ PSC ജോലി നിർത്തിപ്പോയതാവാം. ചിലപ്പോൾ ഇവിടുത്തെ യുവാക്കൾ എന്താണ് ഈ ഒരു ജോലി ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്, ആ ഒരു പ്രവണത കൊണ്ടും ആവാം. പക്ഷെ എന്ത് തന്നെ ആയാലും അത് അത്ര നല്ല, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ PSC എന്ന് പറയുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭ്യമാവും, സർക്കാർ ജോലി ലഭ്യമാവും എന്ന് ഓർക്കുക. കാരണം നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച ആളുകൾക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്. എത്ര മറ്റ് പിൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞാലും അതല്ലാത്ത, അത് ചിലപ്പോൾ ഒരു 10-50 പേർക്ക് മാത്രമേ മാക്സിമം കൊടുക്കാൻ വേണ്ടി സാധിക്കൂ. അല്ലാത്തതൊക്കെ പോകുന്നത് സർക്കാർ ജോലിയിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് പിൻവാതിൽ നിയമനത്തിന് കൃത്യമായ രേഖകൾ PSCക്ക് വിട്ടതൊന്നും പിൻവാതിൽ നിയമനം നടത്തുന്നുമില്ല. കാരണം അവിടെയൊക്കെ നമുക്ക് വിവരാവകാശ പ്രകാരം വിവരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ഇത്രയും ആളുകൾ ഇല്ല, പക്ഷെ ലിസ്റ്റിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ കൃത്യമായി പഠിച്ചു പോവുക. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ നൽകണമെന്ന പിന്നെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ വ്യക്തമായി തരും. ഇനി വീഡിയോകളിലൊക്കെ നമ്മൾ SCRTയുടെ സമഗ്രമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടിയ ചോദ്യങ്ങൾ മാത്രമായിട്ട് വീഡിയോസ് വരുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ PDF നോട്ടുകൾ, ഓഡിയോ ക്ലാസ്സുകൾ, അതോ മറ്റു വിവരങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ലഭ്യമാകും കേട്ടോ. ഇതാ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര്. ഏകദേശം 12,989 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷെ അതിൽ നമ്മൾ ഏറ്റവും പിന്നെ PDF നോട്ടുകൾ, അതുപോലെ ഓഡിയോ ക്ലാസ്, അടുത്ത ദിവസങ്ങളിൽ ഓഡിയോ ക്ലാസ്സുകൾ, മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, ദിവസേനയുള്ള പത്രവാർത്തകളൊക്കെ നമ്മുടെ മറ്റ് ഒരു പിന്നെ എക്സ്പ്രസ് ന്യൂസ് കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു പേജിൽ നമുക്കല്ലാതെ ഇതിലൊക്കെ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ പത്ര ക്ലിപ്പിംഗുകൾ ഇടും. ഇനി അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഡെയിലി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകും. ഓഡിയോ ക്ലാസ്സുകൾ ലഭിക്കും. എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ സമഗ്രമായി ലഭിക്കും. അതിന് നിങ്ങൾ ടെലഗ്രാമിൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഇവിടെ കയറാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അംഗമാവുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലാത്ത രീതിയിലുള്ള കൃത്യമായ വിവരങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കമന്റായി എന്തായാലും രേഖപ്പെടുത്താം. എന്ത് തന്നെയായാലും സപ്പോർട്ടായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്